സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ മുട്ട ചേർത്തുണ്ടാക്കുന്ന മയോണൈസ് പരമാവധി ഒഴിവാക്കും. പകരം വെജിറ്റബിൾ മയോണൈസ് നൽകും. ഭക്ഷണ പാഴ്സലിലെ തീയതിയും ഉപയോഗിക്കാവുന്ന സമയവും രേഖപ്പെടുത്തണം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഹൈജീൻ റേറ്റിംഗിൽ ഹോട്ടലുകൾ സഹകരിക്കാനും ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കൂടുതൽ നേരം തുറന്നുവയ്ക്കുന്ന നോൺവെജ് മയോണൈസ് ഭക്ഷ്യവിഷബാധകളിലെ സ്ഥിരം വില്ലനാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് തീരുമാനം. പകരം വെജിറ്റബിൾ മയോണൈസോ പാസ്ചറൈസ് ചെയ്ത മുട്ട ഉപയോഗിച്ചുകൊണ്ടുള്ള മയോണൈസോ ഉപയോഗിച്ചാൽ മതിയെന്നാണ് ആരോഗ്യമന്ത്രി ഹോട്ടൽ ഉടമകളുമായി നടത്തിയ ചർച്ചയിലെ ധാരണ. പച്ചമുട്ട ഉപയോഗിച്ചുള്ള മയോണൈസ് ഒഴിവാക്കും. ഭക്ഷണം പാഴ്സൽ കൊടുക്കുമ്പോൾ നൽകുന്ന സമയവും എത്ര നേരത്തിനുള്ളിൽ ഉപയോഗിക്കണമെന്നതും രേഖപ്പെടുത്തിയ സ്റ്റിക്കർ പതിപ്പിക്കണം. രേഖപ്പെടുത്തിയ സമയം കഴിഞ്ഞ് ആ ഭക്ഷണം കഴിക്കരുത്. എല്ലാ സ്ഥാപനങ്ങളിലും രജിസ്ട്രേഷനോ ലൈസൻസോ എടുക്കണം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കുന്ന ഹൈജീൻ റേറ്റിംഗ് എല്ലാ സ്ഥാപനങ്ങളും സഹകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അതോടൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പർ പ്രദർശിപ്പിക്കണം. ജീവനക്കാർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം. എല്ലാവരും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശീലനം നേടിയവരായിരിക്കണമെന്നും മന്ത്രി അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.